സകലത്തിൻ്റെയും ഉടയവനായ കർത്താവിനെ സകലമാനവും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. സമാഗമന കൂടാര പഠന പരമ്പരയിലെ 7ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന കുവൈറ്റിലെ ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്, അവിടുത്തെ പാസ്റ്റർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, വിശ്വാസികൾ, നിങ്ങളെല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടവരായിരിക്കുന്നു. കാരണം ഈ ആഴമായ വചനം ലോകത്തിന് വിളമ്പിക്കൊടുക്കുവാൻ പ്രസാദം കാണിച്ച നിങ്ങളിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ് വലുതാണ്. ആ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുത്തതിൽ ഞങ്ങൾ ആദ്യമായി സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം broadcast ചെയ്യുന്ന ഹാർവെസ്റ്റ് ടിവിയുടെ അധികാരികൾ, അതിൻ്റെ ടെക്നീഷ്യൻസ്, ഒഫീഷ്യൽസ് എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ സത്യവചനത്തെ ലോകത്തിൻ്റെ മുൻപിൽ വരച്ച് കാണിക്കുവാൻ കൂടിയാണ് ഇങ്ങനെയൊരു പദ്ധതി ദൈവം നിങ്ങളുടെ മനസ്സിലും തന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഞങ്ങളൊന്നുമില്ലെന്ന് സമ്മതിച്ചുകൊണ്ട് അപ്പച്ചാ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുന്നു. ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങ് തൊട്ട് തുറന്നാട്ട്. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ബുദ്ധിയെ എൻ്റെ കർത്താവ് തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾക്ക് വേണ്ടി തൊട്ട് തുറന്നു എങ്കിൽ അടിയങ്ങളുടെ മേലും ആ കരം വെച്ചാട്ട്. അടിയങ്ങളെ എല്ലാവരെയും ശക്തീകരിച്ചാട്ട്. പ്രാർത്ഥന കേട്ടല്ല പച്ച, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ എപ്പിസോഡിൽ സമാഗമന കൂടാരത്തിനെ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ചും അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചത്. ടെലിവിഷനിൽ ഈ ക്ലാസ് എടുക്കുമ്പോൾ ചില പരിമിതികൾ ഉണ്ടെന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു. കാരണം 27-26 മിനിറ്റുള്ള എപ്പിസോഡുകളിൽ ഇങ്ങനെയുള്ള സബ്ജക്റ്റ് ആ ടൈമിനകത്ത് നിന്നുകൊണ്ട് തീർക്കുമ്പോൾ പല വാക്യങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല. പല വിഷയങ്ങൾ ഞങ്ങൾ കംപ്രസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കേൾവിക്കാരായ ഞങ്ങളുടെ വാത്സല്യ സഹോദരി സഹോദരന്മാർ അത് മനസ്സിലാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. 2 വസ്തുക്കളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. 1 തങ്കം, 2 പൊന്ന്. തങ്കം വലിയവനായ ദൈവത്തിൻ്റെ ഛായയുടെ നിഴലെന്നും, പൊന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ നിഴലെന്നും, ആത്മാമുദ്രയുടെ നിഴലെന്നും, ആത്മാ പകർച്ചയുടെ നിഴലെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുവാനിടയായി. ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് മറ്റു വസ്തുക്കളെക്കുറിച്ചാണ്. 3ാമത്തെ വസ്തുവാണല്ലോ താമ്രം. താമ്രം ഒരു കൂട്ടുലോഹമാണ്. ചെമ്പും തകരവും ചേർന്ന ഒരു മിശ്രിതമാണ് താമ്രം. ഈ താമ്രത്തെ ഉരുക്കിയെടുത്ത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മൂശയിൽ ഒഴിച്ചാണ് താമ്രത്തിൻ്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. സമാഗമന കൂടാരത്തിൽ യാഗപീഠത്തിൻ്റെ പലകകൾ താമ്രം കൊണ്ട് പൊതിഞ്ഞ് അതിൻ്റെ കൊമ്പുകളും താമ്രം കൊണ്ട് തന്നെ ഉണ്ടാക്കി അതിൻ്റെ സെൻട്രൽ അകത്ത് ഒരു താമ്ര ജ്വാലം അല്ലെങ്കിൽ മണലരിക്കുന്ന പോലെ ഉള്ള ഒരു വലപ്പണി അവിടെ പണിത് വയ്ക്കണം. അതാണ് പ്രധാനമായും താമ്രം കൊണ്ട് ഉണ്ടാക്കിയത്. കൂടാതെ താമ്രം കൊണ്ട് മറ്റ് ചില ചെറിയ ഉപകരണങ്ങളും സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്നു. ശലോമോൻ ആലയം പണിയുമ്പോൾ ഹീരാം എന്ന് പറയുന്ന ഒരു അതിവിദഗ്ധ പണിക്കാരനെ കൊണ്ടാണ് സുക്കോത്തിനും സാരേദാനും ഇടയ്ക്ക് ധാരാളം കളിമണ്ണുള്ള പ്രദേശത്ത് വെച്ചാണ് ശലോമോൻ്റെ ദേവാലയത്തിൻ്റെ ഉപകരണങ്ങൾ, താമ്രം കൊണ്ടുള്ള ഉപകരണങ്ങൾ പണിതത്. ആയിരക്കണക്കിന് 10,000 ആ താഴ്വരയിൽ ജോലി ചെയ്താണ് ശലോമോൻ്റെ ദേവാലയ പണിക്കുള്ള ഉപകരണങ്ങൾ പണിത് തീർത്തത്. 1 രാജാക്കന്മാർ 7-46-47 വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയും. സമാഗമന കൂടാരത്തിൻ്റെ താമ്രത്തിൻ്റെ പണിക്ക് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പ് കാണാം.
അത് ബസലേലിനെയാണ്. പുറപ്പാട് 35:30 നമുക്ക് ആ വാക്യം കാണാം. യഹൂദ ഗോത്രക്കാരനായിരുന്നു ബസലേൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൂട്ടിച്ചേർപ്പും തിരഞ്ഞെടുപ്പും എത്ര അർത്ഥവത്തെന്ന് മനസ്സിലാക്കണം. സംഖ്യകൾക്ക് അർത്ഥം കിട്ടുന്നത് പോലെ തിരഞ്ഞെടുപ്പിനും അർത്ഥം കിട്ടുന്നു. കാൽവറിയിലെ ഗോൽഗോത്തായിൽ ദൈവത്തിൻ്റെ കോപാഗ്നിയാകുന്ന മൂശയിൽ കിടന്ന് വെന്ത് ഉരുകി മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങയ്ക്കും എനിക്കും വേണ്ടി വെന്തുരുകിയ കർത്താവ് യഹൂദ ഗോത്രക്കാരനായിരുന്നപ്പോൾ നിഴലിൽ ആ പണിക്ക് എൻ്റെ ദൈവം എടുത്തത് യഹൂദ ഗോത്രത്തിലെ ബസലേലിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. മർമ്മങ്ങളും ആഴങ്ങളും ഇതിനകത്തുണ്ട്. ആ വിഷയം ഇപ്പോൾ ഞാനിവിടെ ചുരുക്കട്ടെ. താമ്രം ദൈവകോപാഗ്നിയിൽ വെന്തുരുകി നമുക്ക് വേണ്ടി ഉയർത്ത കർത്താവിനെ കാണിക്കുന്നു. അടുത്ത വസ്തു വെള്ളിയാണ്, സിൽവർ. നവധാതുക്കളിൽപ്പെട്ട ഒരു ലോഹമാണ് വെള്ളി. പുടത്തിൽ ഊതിക്കഴിച്ചാണ് ഈ വെള്ളിയെ ശുദ്ധീകരിക്കുന്നത്. സങ്കീർത്തനം 66:10 സദൃശ്യവാക്യങ്ങൾ 17:3 നമുക്കത് കാണുവാൻ കഴിയും. വെള്ളിക്ക് ഇസ്രയേൽ മക്കൾ വലിയ വിലയാണ് കൊടുത്തിരുന്നത്. പുറപ്പാട് പുസ്തകം 30:13 നമുക്ക് കാണുവാൻ കഴിയും. അത് വീണ്ടെടുപ്പിൻ്റെ വസ്തുവാണ്. ലേവ്യരിൽ 273 പേർക്ക് 5 ശെക്കേൽ വീതം വീണ്ടെടുപ്പ് വില കൊടുക്കണമെന്ന് നമുക്ക് കാണുന്നു. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമായിട്ടുള്ളത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. ഇസ്രയേൽ മക്കൾ പൊന്നിനെക്കാട്ടിലും സ്നേഹിച്ചിരുന്നത് വെള്ളിയെയാണ്. അതിൻ്റെ കാരണം എന്താ? കാരണം ഇതുതന്നെ. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്നിരുന്ന, പാപത്തിൽ കൂടി സഞ്ചരിച്ചിരുന്ന ഇസ്രയേൽ മക്കളെ വീണ്ടെടുക്കുവാൻ ദൈവം ഉപയോഗിച്ച വസ്തുവാണ് വെള്ളി. ഒരു മനുഷ്യൻ തകർച്ചയിലേക്ക് പോകുമ്പോൾ അവന് വേണ്ടി മധ്യസ്ഥത നിൽക്കുകയോ അവനെ സഹായിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ സാധാരണ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ മറക്കുന്നില്ലെങ്കിൽ ഇസ്രയേൽ മക്കൾക്ക് ഒരിക്കലും ഈ വെള്ളിക്ക് മേളിൽ ഒരു സ്ഥാനം കൊടുക്കുവാൻ കഴിയുകയില്ല. അത് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ആഖാൻ്റെ കഥയിൽ, അല്ലെങ്കിൽ യോശുവയുടെ പുസ്തകം 7:22 നമ്മൾ കാണുന്നത്. ആ വാക്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വായിക്കുന്നു. യോശുവ ദൂതന്മാരെ അയച്ചു, അവർ കൂടാരത്തിൽ ഓടിച്ചെന്നു. കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. വളരെ ശ്രദ്ധിച്ചാട്ട്, ദൈവവചനത്തിൽ അനേക ആഴമായ പദങ്ങളുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. യോശുവ ആഖാന്റെ ഭവനത്തിലേക്ക് ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ അവിടെ കാണുന്ന കാഴ്ച, ആഖാൻ കുഴിച്ചിട്ട ഭാഗം കാണിച്ചു കൊടുത്ത് അവിടെ കുഴിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ നമ്മുടെ പഠനത്തിന് വേണ്ടി ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതും അടിയിൽ വെള്ളിയും. എന്തുകൊണ്ട് ആ പദം അവിടെ വന്നു? ദൈവവചനത്തിൽ ഇങ്ങനെയുള്ള അനേക മർമ്മ പദങ്ങളുണ്ട്, ക്ലൂ പദങ്ങളുണ്ട്. ആവർത്തന പുസ്തകത്തിൽ 4:15 ഇങ്ങനെ കാണുന്നു, നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളണം. സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ എന്തുകൊണ്ട് ഒരു എക്സ്ട്രാ പദം അവിടെ കൊടുത്തിരിക്കുന്നു? നന്നായി സൂക്ഷിക്കണം. കാരണം മനുഷ്യനെ പിശാച് വീഴിക്കുവാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ പദ്ധതി, പ്ലാനാണ് പറഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. ഹോരോബിൽ വെച്ച് മോശ എന്നെ കാണുമ്പോൾ രൂപമൊന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട് ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും ഒന്നിൻ്റെയും സാദൃശ്യമുണ്ടാക്കി വണങ്ങരുത്. ഇതിൽ മനുഷ്യൻ വീഴുമെന്നും നിമ്രോദും സെമിറാമീസും തമ്മൂസും പിശാചും ഒക്കെ ചേർന്ന് മനുഷ്യനെ തെറ്റിക്കുമെന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് ആവർത്തന പുസ്തകം 4:15 നമുക്ക് ആലോചന തരുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. 1 രാജാക്കന്മാർ 10:12 വരുമ്പോൾ ശേബാരാജ്ഞി രാജാവിനെ കാണാൻ വരുന്നു, ശലോമോനെ.
അവിടെ ഇങ്ങനെയാണ് ആ പദം കാണുന്നത്. ശലോമോൻ രാജാവ് രാജോചിതം പോലെ അവൾക്ക് കൊടുത്തു. അടുത്ത പദം ശ്രദ്ധിച്ചോണം, അവൾ ആഗ്രഹിച്ച് ചോദിച്ചത് എല്ലാം കൊടുത്തു. അത് മനസ്സിലാക്കണമെങ്കിൽ എത്യോപ്യക്കാരുടെ ഹിസ്റ്ററി കൂടെ പഠിക്കണം. അതാണ് അവരുടെ ചരിത്രത്തിൽ പറയുന്ന മെനിലിക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവരുടെ വീര യോദ്ധാവ്, അവർ പറയുന്ന ശലോമോൻ്റെ മകൻ. എത്ര ശ്രേഷ്ഠമായ ഒരു പദമാണ് പരിശുദ്ധാത്മാവ്. ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ പോലും ഇങ്ങനെയുള്ള പദങ്ങൾ യോജിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിക്കേണ്ടവർക്ക് വേണ്ടി എത്ര ആഴമായ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 19 കൈവേലയും അതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തിലെ 5 ശുശ്രൂഷ ഗണത്തെ ചിലരെ എന്ന 4 ഗണത്തിൽ ഉൾപ്പെടുന്നതും, നിർമ്മല കന്യക എന്ന പദത്തിലെ നിർമ്മല, ഇങ്ങനെയുള്ള അനേക ക്ലൂ പദങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവവചനത്തിൽ തരുന്നു. ആഖാൻ്റെ സംഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതും അടിയിൽ വെള്ളി കുഴിച്ചിട്ടു. എന്താണ് ആഖാൻ ഈ വെള്ളി അടിയിൽ കുഴിച്ചിടാൻ കാര്യം? ആ സംഭവങ്ങളുടെ ചാർട്ട് നമ്മൾ കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അല്ലെങ്കിൽ അത് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. ഒന്നാമത് മേളിലിട്ടത് തങ്കക്കട്ടിയ, രണ്ടാമത് ബാബിലോണ്യ മേലങ്കിയായിരുന്നു, മൂന്നാമത് അടിയിലാണ് വെള്ളി കുഴിച്ചിട്ടത്. തങ്കക്കട്ടി മേളിലും ബാബിലോണ്യ മേലങ്കി രണ്ടാമതും, അതും അടിയിൽ വെള്ളിയും. എന്തിന് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു? ഇസ്രയേൽ മക്കൾക്ക് വെള്ളിയോടെ അതുപോലെ സ്നേഹമായിരുന്നു. മാന്തിയെടുത്താലും ആദ്യം തങ്കം കൊണ്ടുപോകട്ടെ, രണ്ടാമത് ബാബിലോണ്യം മേലങ്കി പോട്ടെ, പക്ഷേ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ ദൈവം തന്ന ഈ വെള്ളി അവസാനം ആഴത്തിൽ കുഴിച്ചിട്ടു. വെള്ളി വീണ്ടെടുപ്പിൻ്റെ സിമ്പലാണ്, ഛായയാണ്. വെള്ളി നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച വീണ്ടെടുപ്പിൻ്റെ വിലയെ കാണിക്കുന്നു. വെള്ളി ഇസ്രയേൽ മക്കളുടെ വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് ഖദിരമരത്തെക്കുറിച്ചാണ്. സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് ദൈവം ഉപയോഗിക്കാൻ കൽപ്പിച്ച വൃക്ഷമാണ് ഖദിരമരം അല്ലെങ്കിൽ അക്കേഷ്യ വുഡ്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ ഖദിരമരം സുലഭമായി കാണാം. തെങ്ങുവർഗത്തിൽ അനേക വിവിധ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ വിവിധ രീതിയിലുള്ള വൃക്ഷങ്ങൾ ഉള്ളതുപോലെ പനയുണ്ട്, കവുങ്ങുണ്ട്, അങ്ങനെ അനേക വൃക്ഷങ്ങൾ തെങ്ങുവർഗത്തിൽ ഒറ്റത്തടിയായി പോകുന്ന പോലെ ഉള്ളതുപോലെ ഖദിരമരത്തിലും പല വിധത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. ഇളം ചുവപ്പ്, വെള്ള, ഇളം കറുപ്പ്, ഇളം മഞ്ഞ, വെട്ടിക്കഴിയുമ്പോൾ ഈ കളറുകൾ വരുന്ന ഖദിരമരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. നമ്മുടെ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലുമുണ്ട്. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളുണ്ട്. ആന്ധ്രയിൽ സുലഭമായിട്ടുണ്ട്. ഞങ്ങൾ ടീമായിട്ടൊക്കെ പോകുമ്പോൾ അനേക സ്ഥലങ്ങളിൽ ഞങ്ങളത് കാണാറുണ്ട്. ഈ ഖദിരമരം നിൽക്കുന്നത് ചതുപ്പ് നിലങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള അഴുക്ക് പ്രദേശങ്ങളിലോ ആണ് കൂടുതലായി കാണുന്നത്. ഒരു ഭാഗം കൂടി ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ഏറ്റവും നല്ല വൃക്ഷങ്ങളായി ദേവദാരു, ഗോഫേർ മരം, ചന്ദനം, പിചുലവൃക്ഷം, അത്തി, നാരകം, ഇങ്ങനെയുള്ള അനേക വൃക്ഷങ്ങളുടെ പേരുകൾ തിരുവചനത്തിലുള്ളപ്പോൾ ദൈവം എന്തുകൊണ്ട് ഈ ഖദിരമരത്തെ തിരഞ്ഞെടുത്തു? ഇന്ത്യയിലും മറ്റും ഖദിരമരം അധികം വണ്ണം വയ്ക്കാറില്ലെങ്കിലും ജോർദാനിൻ്റെ പ്രദേശങ്ങളിലും ചാവുകടൽ തീരങ്ങളിലും വലിയ വണ്ണമുള്ള ഖദിരമരങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ഖദിരമരങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇത് മുള്ളുകൾ നിറഞ്ഞതാണ്. ഗോഫേർ മരത്തെക്കുറിച്ച് പറയുമ്പോൾ നോഹയുടെ പെട്ടകമുണ്ടാക്കുവാൻ വേണ്ടി ദൈവം
കൽപ്പിച്ച വൃക്ഷമാണല്ലോ. കേരളത്തിലെ ഗവിയിൽ കടന്നു ചെന്നാൽ 2-3 ഗോഫേർ മരത്തെ ഗവൺമെൻറ് പ്രത്യേകമായി നമ്പറിട്ട് അവിടെ ബോർഡ് വെച്ച് സൂക്ഷിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. കതിരമരം മുള്ളുകൾ നിറഞ്ഞതാണ്. സാധാരണ മനുഷ്യർ അതിൻ്റെ അടുത്തേക്ക് പോകാറില്ല. വള്ളികൾ കൊണ്ട് ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഈ കതിരമരം വെട്ടുമ്പോൾ അതിൽ നിന്നും ഒരു കറ പുറപ്പെടും. വെട്ടുന്ന ആളിൻ്റെ വസ്ത്രങ്ങളിൽ മറ്റും അത് തെറിക്കും. അത് ശരീരത്തിൽ വീണാൽ ചെറിയ ചൊറിച്ചിലും പ്രയാസങ്ങളും ഉണ്ടാകും. ഈ കതിരമരത്തിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഈ കതിരമരം അനേക ചെറിയ ശിശിരങ്ങൾ, സ്ഥൂലമായ ശിശിരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. വളഞ്ഞ സ്ഥൂലമായ ഈ ശിശിരങ്ങൾ അല്ലെങ്കിൽ ഈ ശിഖരങ്ങൾ എന്തിനെ കാണിക്കുന്നു? മനുഷ്യനെ മരത്തോട് തിരുവചനത്തിൽ ഉപമിച്ചിട്ടുണ്ടല്ലോ. സങ്കീർത്തനം 1 ആറ്റരികത്ത് നട്ടിരിക്കുന്ന മരത്തോടും, സങ്കീർത്തനം 92:12 ഫലം കായ്ക്കാത്ത വൃക്ഷത്തോടും, മത്തായി 24:32 ഇസ്രയേലിനെ അത്തിയോടും, അങ്ങനെ എത്രയെത്ര ഭാഗങ്ങളിലാണ് മനുഷ്യനെ മരത്തോട് ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കതിരമരത്തെ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ എന്തുകൊണ്ട് ദൈവം എടുത്തു നിർത്തി? അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം കതിരമരത്തെ തിരഞ്ഞെടുത്തു? വിറകിന് മാത്രം കൊള്ളാമെന്ന ഈ കതിരമരത്തെ ഇത്ര ശ്രേഷ്ഠമായ ഒരാലയത്തിലെ പണിക്ക് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ബുദ്ധിയിൽ അനേകം മർമ്മങ്ങളുള്ളത് കൊണ്ടാണ്. ചെറിയ ബുദ്ധിയിട്ട് അതിനെ കശക്കി പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാകത്തില്ല. എന്നാൽ ബുദ്ധിയുടെ പ്രമാണത്തെ വിട്ട് ആത്മാവിൻ്റെ നിറവിൽ ദൈവത്തിൻ്റെ വചനത്തെ കാണുവാൻ കഴിഞ്ഞാൽ ഈ കതിരമരത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാപത്തിൻ്റെ അഴുക്ക് ചാലിൻ്റെ അരികത്തും മറ്റും ജീവിച്ച് മദ്യത്തിനും ചാരായത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ട് ദൂരദേശത്തേക്ക് കടന്നുപോയി പാപത്തിൻ്റെ അധീനതയിലായിരുന്ന ജനത്തെ വിടുവിച്ചെടുക്കുന്നതിൻ്റെ നിഴലാണ് ഈ കതിരമരം. പാപത്തിന് യോഗ്യനായി അല്ലെങ്കിൽ വെറും തീക്ക്, അഗ്നിക്ക്, നരകത്തിന് യോഗ്യതയായിരുന്ന നമ്മെ ഓരോരുത്തരെയും എൻ്റെ കർത്താവ് വെടിപ്പാക്കി ആലയത്തിൽ ആക്കിയതിൻ്റെ പൊരുളും നിഴലുമടങ്ങിയ മർമ്മമാണ് കതിരമരത്തിലുള്ളവർ. മറ്റുള്ളവർ അടുത്തു വന്നാൽ മുറിവ്, പോറൽ, നീറ്റൽ, ചതവ് എന്നിവയെല്ലാം സംഭവിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കതിരമരത്തെ പോലെ 1000 ചിന്തകൾ ഉണ്ടായിരുന്ന നമ്മെ എത്രയെത്ര ചിന്തകളായിരുന്നു. സ്നാനപ്പെട്ടെങ്കിലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അരുതാത്ത ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നല്ലോ. പ്രാർത്ഥിക്കണമെങ്കിൽ ഉറക്കെ പ്രാർത്ഥിക്കണമോ? സ്തോത്രം ഉറക്കെ പറയണമോ? ആഴമായി മർമ്മങ്ങളെ പഠിക്കണമോ? സ്നാനപ്പെടാത്തവർക്കും തിരുമേശ എടുത്തുകൂടെ? ഇങ്ങനെ എത്രയെത്ര ചിന്തകൾ, പണത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ ചിന്തകൾ, മനുഷ്യനെ കുടുക്കുവാനുള്ള ചിന്തകൾ, അസൂയയുടെയും ചതിയുടെയും ചിന്തകൾ എല്ലാം കൊണ്ട് നിറഞ്ഞ സ്ഥൂലമായ ശിഖരങ്ങൾ പോലെ 1000 ചിന്തകൾ നമ്മുടെ ഈ തലച്ചോറിൽ നിന്നും പ്രവഹിച്ചിട്ടില്ലേ? ദൈവത്തിൻ്റെ ജനമേ, ആ അവസ്ഥയിൽ നിന്നാണ് ദൈവം ഈ കതിരമരത്തെ വെട്ടി ആലയത്തിലേക്ക് ആക്കിയത്. ശരീരത്തിൽ കറയാകുമായിരുന്ന ഈ കതിരമരത്തെ ദൈവം വെട്ടിയിട്ട് അതിൽ പൊന്ന് പൊതിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5:26 നമുക്ക് കാണുന്നത്, യേശു വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ നമ്മെ വെടിപ്പാക്കി. എങ്ങനെ കതിരമരത്തെ വെട്ടി സമാഗമന കൂടാരത്തിൻ്റെ പലകയ്ക്കും ഉപകരണങ്ങൾക്കും ആക്കിയോ, അതുപോലെ നമ്മെയും വെട്ടി കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ തേജസ് അല്ലെങ്കിൽ പൊന്നിൻ്റെ പൊരുളിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ തേജസ്സിൽ നമ്മളെ നിറച്ചു. അത് 2 കൊരിന്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നിറച്ച് നമ്മെയും
ഈ ആലയത്തിൻ്റെ പലകകളും തൂണുകളും അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളുമാകി. ദൈവത്തിന് സ്തോത്രം. ഈ കതിരമരം വെട്ടിയെടുക്കുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. തേക്ക് പോലെയോ ദേവദാരു പോലെയോ ചെത്തി വെടിപ്പാക്കി ചിന്തേറിട്ട് മിനുക്കാൻ പറ്റുന്ന വൃക്ഷമായിരുന്നില്ല കതിരമരം. ഈ കതിരമരം ഉള്ളിടത്ത് പോയി അത് വിറകിന് വേണ്ടി വെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് പോയി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഞാനത് പല സ്ഥലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ യാത്രകളിൽ ടീം വർക്കിലൊക്കെ ആന്ധ്രയുടെ പ്രദേശത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള അനേകം മരങ്ങൾ റോഡ് സൈഡിൽ മുറിച്ചിട്ടിരിക്കുന്നെങ്കിൽ ഞാൻ കാണാം. ഈ ആരികൾ ആശാരിമാർ ചിന്തേറുന്ന ഉപകരണമെടുത്ത് എത്ര ചിന്തേറിട്ടാലും അത് മിനുങ്ങുകയില്ല. അതിൽ നിന്ന് ആരികൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ ജനമേ, അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, വെട്ടുകുഴിയിൽ വെച്ച് കുറവുകൾ തീർത്ത് ആലയത്തിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ യാഗപീഠത്തിൽ നിന്നും താമ്ര ജ്വാലത്തിൽ കൂടി അരിച്ചരിച്ചു വീഴുന്ന ആ ചാരം പോലെ വിശ്വാസി ചാരമായി താഴേക്ക് വീഴാതെ സഭയിലേക്ക് സ്നാനപ്പെട്ട് പ്രവേശിച്ചാൽ പ്രശ്നങ്ങളാണ്. പാസ്റ്റർമാർക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷാഗണത്തിന് അവർക്ക് ഈ ചിന്തേറിടാനേ നേരം കാണത്തുള്ളൂ. ചിന്തേറിട്ട് മിനുക്കിയെടുക്കും തോറും ഓരോരോ ആരികൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കും. സഭയ്ക്കകത്ത് പ്രശ്നമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ നിഴലിൽ പറയുന്നത്, ഇതിനെ വെട്ടിയെടുത്തിട്ട് സമാഗമന കൂടാരത്തിലെ യാഗപീഠത്തിന്, അത് ക്രിസ്തുവിൻ്റെ നിഴലായി നിൽക്കുമ്പോൾ സമാഗമന കൂടാരത്തിനകത്തെ 48 പലകകളിലും സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിന് ചുറ്റിലുമുള്ള 60 തൂണുകളും ഈ കതിരമരം കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കതിരമരത്തെ അങ്ങനെ നിർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ലായിരുന്നു. കാരണം അതിനടുത്തൂടെ അഹരോനോ അല്ലെങ്കിൽ പുരോഹിത വർഗമോ അതിലെ പോകുമ്പോൾ അവരുടെ ദേഹത്തൊക്കെ ഈ ആരികൾ കൊള്ളും. എൻ്റെ ദൈവം അതുകൊണ്ട് എന്തു ചെയ്തു? പൊന്നുകൊണ്ട് ഈ പലകകളെ പൊതിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പൊന്നുകൊണ്ട് എന്തിനാണ് പലകകളെ പൊതിഞ്ഞത്? പൊന്നുകൊണ്ട് പലകയെ പൊതിഞ്ഞതിൻ്റെ അർത്ഥമാണ് കർത്താവിൻ്റെ തേജസ് പുതിയ നിയമസഭയിലെ വിശ്വാസികൾ പ്രാപിക്കുന്നത്. ഈ കതിരമരത്തെ എൻ്റെ ദൈവം അഴുക്കുചാലിൽ നിന്നും, അഴുക്കുചാലിൻ്റെ അടുത്തു നിന്നും വെട്ടി എടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അരുതാത്ത ചിന്തകളും മറ്റ് പ്രശ്നങ്ങളും മറ്റ് വിചാരങ്ങളിലുമൊക്കെ നട്ടം തിരിഞ്ഞ് നടന്ന മനുഷ്യനെ പുതിയ നിയമസഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന കൂട്ടമായതിനെ ഈ കതിരമരം കാണിക്കുന്നു. ബാലാക്ക് ബിലയാമിനെ വിളിച്ചു കൊണ്ടുപോയി. ഗിരികളിൽ നിന്നുകൊണ്ട് ബിലയാം അങ്ങ് താഴ്വരയിൽ നിൽക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെ നോക്കുകയാണ്. കിലോമീറ്ററുകൾ ദൂരെയാണ്, ഗിരികളിൽ നിന്നാണ് നോക്കുന്നത്. ബിലയാം നോക്കുമ്പോൾ ഒരു സത്യം ആ ദൂര കാഴ്ചയിൽ ബിലയാമിന് മനസ്സിലായി. ഇവർ ലോകത്തോട് മിങ്കിളാകുന്നവരല്ല, ഇവർ ലോകക്കാരല്ല. യേശുക്രിസ്തു പറഞ്ഞല്ലോ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ ഇവർ ലോകക്കാരല്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, നമ്മൾ പരദേശികളാണ്, യാത്രക്കാരാണ്. നമ്മൾ പരദേശികളെന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ പോയി തൽക്കാലത്തേക്ക് ജോലി ചെയ്യുന്നവർ, ടെമ്പററി വിസ അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് വിസയുള്ളവർ, ഒരു ദിവസം ആ രാജ്യം വിട്ട് നമ്മൾ പോരേണ്ടി വരും, പ്രവാസികളെന്ന് പറയുന്നു. പത്രോസിൻ്റെ ലേഖനത്തിലും അതേ പദം ഉപയോഗിച്ചിരിക്കുന്നു. നാം തനിച്ചു പാർക്കേണ്ടവരാണ്. എങ്ങനെ? ലോകത്തിൻ്റെ മ്ലേച്ഛതകളെ വിട്ട്, ലോകത്തിൻ്റെ മോഹങ്ങളെ വിട്ട്, ലീലാ ക്രീഡകളെയും ആട്ടപ്പാട്ടലുകളും വെറിക്കൂത്തുകളും വിട്ട് ദൈവത്തിനു വേണ്ടി തേജസ് ധരിച്ച് അണിഞ്ഞു നിൽക്കേണ്ടവരെയായിട്ട് ഈ കതിരമരം നമ്മെ കാണിക്കുന്നു. ഈ കതിരമരത്തിൻ്റെ ചുവട്ടിൽ നിന്നും ചില ചിനപ്പുകൾ പൊങ്ങി വരുന്നതായിട്ട് കാണാം. ഈ ചിനപ്പുകൾ ഞാൻ വിവരിക്കുന്നില്ല. എന്തിനെ കാണിക്കുന്നെന്നറിയാമോ?
ഈ ചിനപ്പുകൾ പൊട്ടിക്കതിരമരമായിട്ട് നിൽക്കുന്നു എങ്കിലും ആ ചിനപ്പുകൾ ഒന്നും ശക്തി പ്രാപിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇങ്ങനെയുള്ള ചിനപ്പുകളാണ് ഇന്നത്തെ ദുരുപദേശകാലത്ത് വരുന്നത്. ഇങ്ങനെയുള്ള ചിനപ്പുകൾ ഒരിക്കലും ശക്തി പ്രാപിക്കുന്നില്ല, കുറേ കാലത്തേക്കൊക്കെ നിന്നെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞാൻ നിർത്തട്ടെ. വള്ളികളാലും മുള്ളുകളാലും കറകളാലും നിറഞ്ഞിരുന്ന കതിരമരത്തെ, പൊട്ടി വിടർന്നു നിൽക്കുന്ന തൊലികളാലും നിന്ന കതിരമരത്തെ എൻ്റെ ദൈവം വേർതിരിച്ച് വെട്ടിയെടുത്ത് ചെത്തിവെടിപ്പാക്കി ആലയത്തിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ, ഈ സമാഗമന കൂടാരമെന്ന പഠന പരമ്പരയിൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം ഓരോരുത്തരും വെട്ടിയെടുത്ത് കർത്താവിൻ്റെ പുതിയ നിയമസഭയിലേക്ക് വന്ന കതിരമരങ്ങളെ പോലെയാണെന്നും കർത്താവിൻ്റെ തേജസ് കൊണ്ടാണ് നമുക്ക് ഈ സ്വഭാവം ലഭിച്ചതെന്നും അല്ല. ഈ സ്വഭാവം ലഭിച്ചില്ലെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ അതിനുവേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനൊരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ ഈ എപ്പിസോഡിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് തന്ന നല്ല ഈ സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ ശക്തീകരിച്ചാട്ട് കർത്താവേ, ദൈവകൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടല്ലോ, യേശു തമ്പുരാൻ്റെ ശ്രേഷ്ഠമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എൻ ഹൃദയവേദന അറിഞ്ഞ നാഥ, നീയല്ലാതെ എനിക്കാരുള്ളൂ. എൻ്റെ ഏകാന്തതയിലെനിക്കാശ്വാസമായി മകൾ സ്നേഹം മറ്റാർക്കുള്ളൂ.